ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തളിര് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 30-നാണ് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനം. വായനാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 19-നാണ് വായനാ ദിനം. വിശ്വപ്രസിദ്ധ പാഠശാലയായ ശാന്തിനികേതന് തറക്കല്ലിട്ടത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ് ശാന്തിനികേതന് തറക്കല്ലിട്ടത്. ഏത് വർഷമാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്? ഉത്തരം 1453-ൽ. കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കറാണ് കേരള ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യയാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. ലോക സമുദ്ര ദിനം എന്നാണ്? ഉത്തരം ജൂൺ 8-നാണ് ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ എഴുത്തുകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ എഴുത്തുകാരൻ. കാബൂളിവാല എന്ന നോവൽ ഇന്ത്യൻ വെള്ളിത്തിരയിൽ നിരവധി ഭാഷകളിൽ പലവട്ടം സിനിമാ രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ് കാബൂളിവാല നോവൽ എഴുതിയത്. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് PN പണിക്കരുടെ മുഴുവൻ പേര്. സാമൺ മത്സ്യങ്ങളെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം അനാഡ്രോമസ് എന്നാണ് സാൽമൺ മത്സ്യങ്ങളെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഒരു മനുഷ്യൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ഒരു മനുഷ്യൻ. ബാലക എന്ന പേരിൽ കുട്ടികൾക്കായി മാസിക പ്രസിദ്ധീകരിച്ചത് ആരായിരുന്നു? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ് ബാലക എന്ന പേരിൽ കുട്ടികൾക്കായി മാസിക പ്രസിദ്ധീകരിച്ചത്. ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 3-നാണ് ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്. കൊച്ചനുജൻ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയാണ് കൊച്ചനുജൻ. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ അഭിലാഷ എന്ന കവിത ഏത് പത്രിക മാസികയിലാണ് അച്ചടിച്ച് വന്നത്? ഉത്തരം തത്വബോധിനി എന്ന മാസികയിലാണ് അഭിലാഷ എന്ന കവിത അച്ചടിച്ചു വന്നത്. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ലോക ആരോഗ്യ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 7-നാണ് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂതപ്പാട്ട് എഴുതിയത് ആരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഭൂതപ്പാട്ട് എഴുതിയത്. ആത്മകഥയ്ക്കൊരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലളിതാംബിക അന്തർജനമാണ് ആത്മകഥയ്ക്കൊരാമുഖം എന്ന കൃതിയുടെ രചയിതാവ്. ഭരതനാട്യത്തിന്റെ ഉത്ഭവം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം തമിഴ്നാടാണ് ഭരതനാട്യത്തിന്റെ ഉത്ഭവം. ആരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ജീവൻ സ്മൃതി എന്നാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ആത്മകഥയുടെ പേര്.
റഷ്യയിലെ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് റഷ്യയിലെ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം പി ഭാസ്കരനാണ് ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിത രചിച്ചത്. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം പി എൻ പണിക്കരുടെ വാക്കുകളാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിക്കൊടുത്തത് ഏത് കൃതിയാണ്? ഉത്തരം ഗീതാഞ്ജലി എന്ന കൃതിയാണ് രവീന്ദ്രനാഥ ടാഗോറിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിക്കൊടുത്തത്. ലിയനാർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസ ചിത്രം ഇപ്പോൾ എവിടുത്തെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഉത്തരം പാരീസ് മ്യൂസിയത്തിലാണ് ലിയനാർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസ എന്ന ചിത്രം ഉള്ളത്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. മാർത്താണ്ഡവർമ്മ എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം സി വി രാമൻ പിള്ളയുടെ പ്രശസ്ത കൃതിയാണ് മാർത്താണ്ഡവർമ്മ. 1600 വരികളുള്ള ഒരു മഹാകാവ്യം രവീന്ദ്രനാഥ ടാഗോർ രചിച്ചിരുന്നു. എന്തായിരുന്നു അതിന്റെ പേര്? ഉത്തരം ബൻഫുൽ എന്നാണ് 1600 വരികളുള്ള രവീന്ദ്രനാഥ ടാഗോർ രചിച്ച മഹാകാവ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? ഉത്തരം ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ 448 ആർട്ടിക്കിൾ ഉണ്ട്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 22-നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. കേരള സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. സീക്രട്ടം എന്ന പ്രസിദ്ധ കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം പെട്രാക്കാണ് സീക്രട്ടം എന്ന പ്രസിദ്ധ കൃതിയുടെ കർത്താവ്. അന്തർദേശീയ ജനാധിപത്യ ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 15-നാണ് അന്തർദേശീയ ജനാധിപത്യ ദിനം. 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? ഉത്തരം കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത്. ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ജൂൺ 14-നാണ് ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 8 സമുദ്ര ദിനമായി പ്രഖ്യാപിച്ചത്? ഉത്തരം 2008-ലാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 8 സമുദ്ര ദിനമായി ആചരിക്കാൻ പ്രഖ്യാപിച്ചത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.